ഇന്ന് നമുക്ക് കാഞ്ചിയമ്മയ്ക്ക് സാരി എടുക്കാൻ പോകാം. സെക്കൻഡ് സാരി ഉണ്ട്, അപ്പം അതെല്ലാം എടുക്കാം. ഞാൻ ജയലക്ഷ്മി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് അല്ലേ. ലോ ബഡ്ജറ്റ് തൊട്ട് ഹൈ ബഡ്ജറ്റ് വരെയുള്ള എല്ലാ കളക്ഷൻസും ഉണ്ട്. അതോ സർപ്രൈസ് എന്തുവാ നോക്കുകളാ. ഇപ്പൊ കിട്ടടാ, അടിച്ചു പോരേ. അപ്പച്ചപ്പ മോന്റെ കയ്യിൽ എന്തോ നോക്ക്. നോക്ക് നോക്ക്. നീ ഇപ്പഴാണ് പറഞ്ഞത്. കോഫി ഓടിച്ചിട്ടാകാം ബാക്കി. എനിക്ക് പിടിച്ചൊന്നുമല്ല, ഇതെന്റെ ഡിസൈൻ കൊണ്ട് പോവാ. എത്ര? 15. ഏത് സെക്കൻഡ് സാരി എടുക്കാൻ വന്നത്? സെക്കൻഡ് സാരി എന്താ വേണ്ടത്? ബനാറസി. നെക്സ്റ്റ് എൻ്റെ അമ്മയുടെ സാരി കേട്ടോ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഓറഞ്ച് പീച്ച് ഷെയ്ഡ് ഞങ്ങളിങ്ങനെ നോക്കി കേട്ടോ. പക്ഷെ നല്ല തുണി കേട്ടോ. അമ്മയ്ക്ക് എപ്പോഴും ബനാറസി ഉണ്ട്. ഈ കളർ ഓൾറെഡി എൻ്റെ കല്യാണത്തിന് തലേന്ന് അമ്മ ഇതായിട്ട്, അതുകൊണ്ട് തന്നെ ആ സാരി നമ്മൾ എടുത്തില്ല ഗായ്സ്. ബനാറസി പിടിച്ചില്ല, പട്ടുസാരി നോക്കാം. ബനാറസി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം പട്ടുസാരി ഇവിടെ അല്ലേ നോക്കിയത്? ഇവിടെ നിന്നല്ലേ നോക്കിയേ. നമ്മൾ ഉദ്ദേശിച്ച കളർ ഒരു ഗ്രീനും മജന്തയും കൂടെ മാച്ച് ചെയ്തൊരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ കോമ്പിനേഷൻ നമുക്ക് 12,000 എബോ ആണ് വരുന്നത്. പക്ഷേ നമുക്ക് കളർ കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ എടുത്തു. ഞാൻ കുഴഞ്ഞ് സെലക്ട് ചെയ്ത് ഇനി അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാനും വിധുവും പാരാഗിൽ പോയി തുണി എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പം ഇനി വേറെ വല്ല നോക്കുന്നുണ്ടോ? എന്താണ് ജയലക്ഷ്മിനെ പറ്റിയുള്ള അഭിപ്രായം? അത്യാവശ്യം കളക്ഷനാണ്. സാരിക്ക് അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബനാറസി സാരിക്ക് ഇതൊക്കെ ഏകദേശം ഒരു 2000 ബഡ്ജറ്റിൽ കിട്ടും. ഇത് 2490 രൂപയാണ് വർത്താട്ടോ. ഇത് ഈ കളർ കോമ്പിനേഷൻ കണ്ടോ, മഞ്ഞയും റെഡും കൂടെ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബനാറസി സാരിക്ക് എനിക്ക് തോന്നുന്നു 2000 ഉണ്ട്, പിന്നെ എബോ 10,000 പിന്നെയൊക്കെ ഉണ്ട്. പിന്നെ കുറേ പട്ട് സാരിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട്. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവിടെ വന്നത്. യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ജയലക്ഷ്മി വന്നത്. ഇന്നലെ ഇരുന്ന് നോക്കിയ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് ജയലക്ഷ്മി വന്നത്. പക്ഷേ അത്യാവശ്യം കളക്ഷൻ നല്ല രസമുണ്ടാകുന്നത്. ഉണ്ണിച്ചേട്ടൻ്റെ മാരേജ് ഫിക്സ് ആയപ്പോഴേ ഉണ്ണിച്ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്തു കൊടുക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റി ഗൈസ്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ. അപ്പോൾ ഇത് ക്രോപ്പ് ചെയ്യണം കേട്ടോ. എനിക്കാണെങ്കിലും ഉണ്ണിച്ചേട്ടനാണെങ്കിലും ഇത്രയും ലെങ്ത് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നീളം തോന്നും. ഷർട്ടാണെങ്കിൽ തന്നെ ഷർട്ടും വേണ്ട, പക്ഷേ ജുബയും വേണ്ട, എന്നാൽ ക്രോപ്പായിട്ടുള്ളൊരു ജുബയും മതി. അങ്ങനെയാണ് കേട്ടോ. അറ്റ്ലാസ്റ്റ് നമ്മൾ പേയ്മെൻറ്റിലോട്ട് കടന്നിരിക്കുന്നു ഗൈസ്. അങ്ങനെ പേയ്മെൻ്റൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിനി ഫുഡ് കഴിക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. സാധനം എല്ലാം കിട്ടിയിട്ടുണ്ട്. വിശപ്പിൻ്റെ വിളി വന്നു. റഹ്മാനിയയിൽ പോയി നോക്കിയിട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും?
റഹ്മാനിയിൽ പണ്ട് താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ക്യൂ. നമ്മൾ എപ്പോൾ വന്നാലും ക്യൂ നിന്നിട്ട് വേണം അകത്തോട്ട് കയറാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു ഈ ടൈമിൽ വന്നാൽ. എന്ന് വെച്ചാൽ ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് വന്നാൽ കയറാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും കയറാൻ പറ്റിയിട്ടോ. നല്ല സ്പേസിങ്ങും ഉണ്ട് മുകളിലായാലും. പക്ഷേ ഇവിടുത്തെ ബിരിയാണി ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. ബിരിയാണി മന്തിക്കാന് തരൂ മമ്മി. പപ്പട ഇവിടുത്തെ മെയിൻ സാധനം കേട്ടോ ഇത്. ഇഞ്ചി അച്ചാറും. ഇഞ്ചി അല്ലല്ലോ, എന്തുവാണ്? പുളിയിഞ്ചി. പുളിയിഞ്ചി അല്ല ഇത്, മറ്റേ ഇതാ ഈന്തപ്പഴം. ഈന്തപ്പഴം മിക്സ്. നല്ല ടേസ്റ്റുള്ള അച്ചാർ. എങ്ങനെയുണ്ടമ്മ ബിരിയാണി? നല്ല ടേസ്റ്റല്ലേ? ചൂടോടെ കഴിക്കണം. നിങ്ങൾക്ക് അന്ന് ഞങ്ങൾ കൊണ്ടുവന്നപ്പോഴത്തേക്കും കുറച്ച് ആറിപ്പോയി. മെയിനായിട്ട് തൊട്ട ഉടനെ ഇങ്ങനെ അല്ലെത്ത് പോണ ചിക്കൻ എടുക്കുമ്പോൾ തന്നെ. എങ്ങനെയുണ്ട് ബിരിയാണി? കഴിച്ചാ? കഴിക്കും. സൂപ്പറാണ് കഴിക്കുന്നതിന് തന്നെ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? കണ്ണനെ ഇഷ്ടപ്പെട്ടില്ലേ? കണ്ണു പിന്നെ ഇഷ്ടമുള്ളത്. ഉണ്ണിക്കുട്ടൻ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം അല്ലേ? അടിപൊളിയല്ലേ? ഇതുപോലത്തെ ബിരിയാണി എവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടോ? ടേസ്റ്റ് വൈസ് അടിപൊളിയല്ലേ? അപ്പം എല്ലാവരും വന്ന് റഹ്മാനിയിൽ കഴിച്ചിട്ടുണ്ടോ? ഫുഡ് കഴിച്ചിട്ട് ഫുൾ അലച്ചിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു. ഷൂട്ട് ചെയ്ത് അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഫുൾ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കേട്ടോ. വേറൊരു കാര്യം കൂടെ, നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറേ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കാനുള്ള ടൈം കിട്ടി. കാരണം ട്രെയിൻ കുറേ ലാഗായിരുന്നു. ചേർത്തലായപ്പോഴത്തേക്ക് അപർണനെ ഡ്രോപ്പ് ചെയ്തു തെറ്റിപ്പോയി പറഞ്ഞു വിട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ആലപ്പുഴ എത്തി ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.